കുറച്ച് കഴിഞ്ഞിട്ട് വരത്തിന്റെ വീർപ്പൊക്കെ ആയിട്ട് അതേ മണം തന്നെ സെയിം ആണ് സൂചിച്ചേട്ടൻ. ഒത്തിരി ഓവറായിട്ട് ഷൂട്ട് കഴിഞ്ഞിട്ട് നൈറ്റ് വരുമ്പോഴത്തേന് ഷർട്ടിന് വേണ്ടില്ല വരുമ്പോഴുള്ള ഹസ്ബൻഡ് ഇപ്പൊ ലക്ഷ്മി നക്ഷത്രത്തെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. സ്റ്റാർ മാജിക്കിലൂടെയൊക്കെ കണ്ട് പരിചയമുണ്ടായിരിക്കും. അതുപോലെ തന്നെ നല്ലൊരു മനസ്സിന്റെ ഉടമ കൂടിയാണ്. നമ്മൾ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള സവിശേഷതകൾ ഉണ്ടാവും. അപ്പൊ ആ ഒരു സവിശേഷത തന്നെയാണ് നമ്മുടെ ഉയർത്തുന്നതും താഴ്ത്തുന്നതും. സ്റ്റാർ മാജിക്കിന്റെ വേദിയിൽ സുധിച്ചേട്ടന്റെ വിയോഗത്തിൽ വിങ്ങിപ്പൊട്ടുന്ന ലക്ഷ്മി നക്ഷത്രത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ തന്റെ സഹോദര തുല്യനാണ്, എനിക്ക് സഹോദരനെ പോലെ തന്നെയാണെന്ന് ലക്ഷ്മി നക്ഷത്ര കൂടുതലും പറഞ്ഞിട്ടുണ്ട് സുധിച്ചേട്ടനെ പറ്റി. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെയും സ്വന്തം സഹോദരിയെ പോലെയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ രേണുവിനെയും ലക്ഷ്മി നക്ഷത്ര കണ്ടിട്ടുള്ളത്. അവർക്ക് വേണ്ട സഹായങ്ങളും അതുപോലെ അവരെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന ഓരോ കാര്യങ്ങളും ലക്ഷ്മി നക്ഷത്ര ചെയ്തിട്ടുണ്ട് ഇതുവരെയായിട്ടും. വളരെയധികം വിവാദങ്ങളും അതുപോലെ തന്നെ ലക്ഷ്മി നക്ഷത്ര ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ കുറേയധികം പഴികൾ കേൾക്കേണ്ടി വന്നിട്ടുള്ള ഒരു പ്രശ്നമാണ് ഈ ഒരു പെർഫ്യൂമുമായി ബന്ധപ്പെട്ട്. അതിനെക്കുറിച്ച് അവർ തന്നെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്കതൊന്ന് നോക്കാം. ഞാൻ അതേപടി തിരിച്ചു വന്നിട്ടുണ്ട്. ഒപ്പം ഇത് കരയില്ല എന്നുള്ളൊരു പ്രോമിസ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. കാരണം എല്ലാരും ബോൾഡ് ആയിട്ടുള്ള ഒരു രേണുവിനെ ഇപ്പൊ കാണുന്നുണ്ട്. ശരിയല്ലേ? ഒന്ന് കണ്ടു കാണിക്കൂ. അപ്പോ യൂസഫായിക്ക് ഒരു ലോഗോന്റെ ആവശ്യമൊന്നുമില്ല. ആരൊക്കെയോ പറഞ്ഞിരുന്നു പ്രൊമോഷൻ ആണെന്നൊക്കെ. ഈ ഒരു പേര് മാത്രം മതി, അതാണ് പുള്ളിയുടെ ബ്രാൻഡ്. അപ്പോ യൂസഫായുടെ പെർഫ്യൂം അങ്ങനെ കടല് കയറി സുധിച്ചേട്ടന്റെ മണവുമായിട്ട് ഞാൻ രേണുവിന്റെ വീട്ടില് സുധിച്ചേട്ടന്റെ വീട്ടില് രേണുവിന് കൊടുക്കാനായിട്ട് ഈ ഒരു പെർഫ്യൂമായിട്ട് വന്നിരിക്കുക. ആണ് എന്റെ സമ്മാനം. കഴിഞ്ഞ ഒരു വർഷമായിട്ട് രേണു ഈ ഒരു ആഗ്രഹം മനസ്സിൽ കൊണ്ടുവന്ന് സൂക്ഷിച്ച് എന്റെ അടുത്ത് പറഞ്ഞു. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഞാൻ ഇതിന്റെ പിന്നാലെയായിരുന്നു. ദുബായിൽ പോയപ്പോ എനിക്ക് സംശയം ഉണ്ടായിരുന്നു അത് നേടാൻ പറ്റുമോ എന്നുള്ളത്. കാരണം ഇത്രയും നാളുകളായിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ യൂസഫ് ഭായ് എന്നെ സംബന്ധിച്ചിടത്തോളം മാക്സിമം നീതി പാലിച്ചു തന്നെയാണ്. കാരണം ആ ഒരു സ്മെല്ല് ബാക്കിന് രേണുവാണ് പറയേണ്ടത്. അത് സ്മെൽ ചെയ്തിട്ട് രേണുവിന് വരാൻ പറ്റിയിട്ടില്ല, രേണുവിന് പാസ്പോർട്ട് ഇല്ല. പിന്നെ അവിടെ എത്തിയപ്പോഴാണ് യൂസഫ് ഭായ് പറഞ്ഞത് ഭാര്യയായിരുന്നു വന്നിരുന്നെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സ്മെൽ ചെയ്ത് അത് കറക്റ്റ് ഐഡന്റിഫൈ ചെയ്യായിരുന്നു എന്നൊക്കെ. എന്നാലും ഞാൻ സ്മെൽ ചെയ്തത് വെച്ചിട്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിച്ചോട്ടെ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. കണ്ണ് തുടച്ചിട്ട് പറയണം. രേണുവിനെ ബോൾഡ് ആയിട്ടുള്ള രേണുവിനെ നമ്മൾ കാണാൻ പോവാട്ടോ. ഞാനാണോ രേണുവിന്റെ അടുത്ത് പറഞ്ഞത് രേണു സുധിച്ചേട്ടന്റെ ഷർട്ടൊന്നും എനിക്ക് തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതൊന്ന് പെർഫ്യൂം ആക്കി കൊണ്ട് തരട്ടെ എന്നുള്ളൊരു ചോദ്യചിഹ്നം ഞാനാണോ ഇട്ടിരുന്നത്? ഒരിക്കലും അല്ല. ഞാൻ എന്നാ പറയുന്നത്, ആൾക്കാരുടെ മണ്ടത്തരമെന്ന് ഞാൻ പറയുന്നത്. പക്ഷെ 75% ആൾക്കാർക്ക് അറിയാം ഞാനാണ് പറഞ്ഞത് ചിന്നുവിന്റെ. ചിന്നുവിനെ എനിക്കൊന്നും അറിയത്തോലും ഇല്ല ചിന്നുവിന് ഇങ്ങനെ ഒരു സംഭവം. ഞാനാ പറഞ്ഞത് ചിന്നു ഇങ്ങനെ ദുബായിലാണോ എവിടെയാണോ എന്ന് അറിയത്തില്ല ഒരു ആളുണ്ട് ഇങ്ങനെ മരിച്ചോറുടെ മണമൊക്കെ നമുക്ക് പെർഫ്യൂം ആക്കി തരും ഓർമ്മകളായിട്ട്. ഗന്ധം എന്ന് പറഞ്ഞാൽ എന്താ, ഓരോരുത്തർ ഓർമ്മകളല്ലേ. അപ്പം ഞാനിങ്ങനെ നമുക്ക് അങ്ങനെ ഒന്നും വെളിയിലോട്ടൊന്ന് പോകാൻ നമുക്കിതൊന്നും അറിയത്തില്ല ഇവരെയൊക്കെ പോലെ. ഞാൻ ചിന്നുവിനോട് ആ ആഗ്രഹം ഞാനാണ് ചിന്നുവിനോട് പറഞ്ഞത്. ചിന്നു കഴിഞ്ഞ ഡിസംബറിൽ വന്നപ്പോഴത്തേന്. അല്ലാതെ ചിന്നു എന്തിനാ അതൊക്കെ ഇങ്ങോട്ട് പറയുന്നത്? അതിന്റെ ആവശ്യമില്ല. അതിന്റെ ആവശ്യമില്ലെന്നല്ല, ചിന്നുവിനൊരു എന്താ പറയാ ഇത് വെച്ചിട്ട് കാശുണ്ടാക്കാനോ അല്ലെങ്കിൽ യൂസഫായിക്ക് ഒരു പരസ്യം കൊടുക്കാനോ ആയിട്ടൊന്നും ഒരാവശ്യം. ഇതിന്റെ പേരിലാണ് കുറച്ച് ദിവസങ്ങളായിട്ട് ചിന്നു ഒരുപാട് അപവാദങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സങ്കടകരമായ നിമിഷങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. അതൊക്കെ വീഡിയോയിലൂടെ പറയുകയുണ്ടായിട്ടുണ്ട്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് സുധിച്ചേട്ടൻ്റെ ഒക്കെ ഭാര്യ നോർമലായിട്ട് ജീവിക്കുന്ന ഒരാളാണ്, അധികം പോസ്റ്റ് ജീവിതം നയിക്കുന്ന ആളുകളല്ല. അതുപോലെ തന്നെ ഈ ഒരു രേണു എന്ന് പറയുന്ന സ്ത്രീ, അവർ ഭർത്താവ് മരിച്ചു, ഇനി ഒരു പൗഡറോ കൺമഷിയോ കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചും പരാമർശിക്കുന്നുണ്ട്.
പക്ഷെ അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. നമ്മളൊരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ദുഃഖം ഒരിക്കലും താങ്ങാൻ വേണ്ടി കഴിയില്ല, പ്രത്യേകിച്ച് ഭർത്താവായി കഴിഞ്ഞാൽ തീരെ ദുഃഖം സഹിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പം അതിനിടയിൽ ഇവരിപ്പോൾ ചെയ്തതെന്ന് പറയുമ്പം പെർഫ്യൂം, അവർക്ക് അവരുടെ ഭർത്താവിൻ്റെ സ്മെല്ല് അതെന്നും കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പെർഫ്യൂം വേണമെന്ന് പറയുന്നത്. ചിലർ അതിനെ അനുകൂലിക്കാം അല്ലെങ്കിൽ പ്രതികൂലിക്കാം. കാരണം വെച്ചാൽ മരിച്ചവർ മരിച്ചുപോയി, അപ്പം അത് വീണ്ടും വീണ്ടും ഓർത്തെടുത്തിട്ട് സങ്കടപ്പെടണം, അങ്ങനെയൊക്കെ. അതൊക്കെ ഓരോ ആൾക്കാരുടെ താല്പര്യങ്ങളാണ്. ചിലർക്ക് അതിന് ആവശ്യം ഉണ്ടാവില്ല. ചിലർ വിചാരിക്കും അതെന്തായാലും വേണം, എൻ്റെ കൂടെ വേണം, എൻ്റെ കൂടെ ഒരു ധൈര്യത്തിന് വേണം എന്നുള്ളത്. ആരോരുമില്ലാത്ത ഇവർക്ക് താങ്ങായും തണലായി എന്തെങ്കിലും ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടുള്ളത് ചിഹ്നമാണ്. ഇതുപോലൊരു സുഹൃത്തിനെ അല്ലെങ്കിൽ ഇതുപോലെ സഹോദരി തുല്യമായിട്ടുള്ളൊരു സുഹൃത്തിനെ കിട്ടിയ രേണുവും അതുപോലെ തന്നെ സുധിയും ഭാഗ്യവാന്മാർ തന്നെയല്ലേ. പിന്നെ പറയും പണമുള്ളത് കൊണ്ടല്ലേ അവരവരെ സഹായിക്കുന്നതെന്നുള്ളത്. പണമുള്ള എത്ര പേര് സഹായിക്കുന്നുണ്ട് മറ്റുള്ളവരുടെ സങ്കടങ്ങൾ താങ്ങായും തണലായിട്ടും എത്ര പേര് നിൽക്കുന്നുണ്ട്. ഇത്രയൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ട് അവർക്ക് എപ്പോഴും കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ലക്ഷ്മി നക്ഷത്രം എന്ത് പേരിട്ട് വിളിക്കണം? സത്യം പറഞ്ഞാൽ അവർക്കിപ്പോൾ ഏറ്റവും താങ്ങും തണലായിട്ട് നിൽക്കുന്നത് ഈ ലക്ഷ്മി നക്ഷത്രം തന്നെയാണ്. വളരെയധികം ബിസി ആയിട്ടുള്ളൊരു പേഴ്സണാണ് ലക്ഷ്മി നക്ഷത്ര. ആ തിരക്കിനിടയിലും സുധിച്ചേട്ടൻ്റെ കുടുംബത്തിന് വേണ്ടി കുറച്ച് സമയം കണ്ടെത്താൻ വേണ്ടിയിട്ട് നിൽക്കുന്നില്ലേ, അതൊരു വലിയ മനസ്സ് തന്നെയല്ലേ. ഈ ഒരു പെർഫ്യൂം ഉണ്ടാക്കുന്നതിന് വേണ്ടി തന്നെ ഇതിനെക്കുറിച്ച് ABCD പോലും അറിയില്ല ലക്ഷ്മി നക്ഷത്രക്ക്. ദുബായിൽ എവിടെയോ ഇങ്ങനെ ഒരാളുണ്ട് എന്നുള്ളത് രേണു പറഞ്ഞത് പ്രകാരം അത് പോയി അന്വേഷിച്ച് അവർക്ക് വേണ്ടിയിട്ട് അത് ചെയ്തു കൊടുത്തത് അതൊരു വലിയ മനസ്സ് തന്നെയല്ലേ. ഇപ്പോഴുള്ള കാലത്ത് ഇങ്ങനെയൊന്നും ചെയ്യുന്ന ആൾക്കാരിലും കുറവ് തന്നെയായിരിക്കും. സഹായിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരുണ്ടാവും. പക്ഷെ എപ്പോഴും നമുക്കൊരു കട്ട സപ്പോർട്ടായിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് നമുക്ക് ഇപ്പോൾ ഒരാളുടെ മുന്നിൽ നിൽക്കാം എന്നൊരു കാര്യം പറഞ്ഞില്ല, നമ്മുടെ സങ്കടം ഒന്ന് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അങ്ങനെ ഒരു കൂട്ടാണ് ചിന്നു ഇവിടെ രേണുവിനുള്ളത്. ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു സഹോദര ബന്ധം അത് കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിന് സത്യാവസ്ഥ കൂടി ഒന്ന് നോക്കണം. നമ്മൾ പറയുന്ന ചെറിയൊരു വാക്കായിരിക്കാം, പക്ഷെ ബാക്കിയുള്ളവർ നെഞ്ചിൽ ആഴ്ന്നിറങ്ങുന്ന ഒരു കടാര പോലെ ആയിരിക്കും. വാക്കിനേക്കാൾ മൂർച്ചയേറിയ ഒരു ആയുധവും ഇന്നില്ല. അപ്പം നമ്മൾ പറയുന്ന വാക്കുകളൊന്ന് സൂക്ഷിക്കുക. സെലിബ്രിറ്റി ആയാലും അവർക്ക് മനസ്സുണ്ട്, പ്രത്യേകിച്ച് നിഷ്കളങ്കമായ മനസ്സുള്ളവർ. പെട്ടെന്ന് കരയാൻ വേണ്ടി സാധിക്കുന്നവർ നിഷ്കളങ്കമായ മനസ്സുള്ളവരാണെന്നാണ് പറയുന്നത്. ലക്ഷ്മി നക്ഷത്രയൊക്കെ പെട്ടെന്ന് സങ്കടം വരുന്ന കൂട്ടത്തിലാണ്. കുറേ ഭാഗമൊക്കെ നമ്മുടെ വീഡിയോയിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അവരുടെ ദിനചര്യകളും അതുപോലെ തന്നെ ക്യാരക്ടർ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ നമ്മൾ താഴ്ത്തി കെട്ടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാളെക്കുറിച്ച് നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ സത്യാവസ്ഥ കൂടി ഒന്ന് മനസ്സിലാക്കണം. ഇന്ന് അവർ ചെയ്യുന്ന പോലെ സഹായങ്ങൾ വേറെ ആരും സുധിച്ചേട്ടൻ്റെ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്നില്ല. ആ ഒരു സഹായം ആരായാലും ഇല്ലാതാക്കരുത്. ആരില്ലാതാക്കാൻ ശ്രമിച്ചതിനുള്ള അവരെന്തായാലും അതിൽ നിന്ന് പിന്മാറുകയൊന്നും ചെയ്യില്ല. എന്നാലും പറയാം, മാക്സിമം നമ്മൾ ഓരോ കമൻസും കാര്യങ്ങളും ഇടുമ്പോൾ ശ്രദ്ധിക്കുക. മറ്റുള്ളവരെ മനസ്സ് വ്രണപ്പെടുത്തിക്കൊണ്ടൊരു കമൻസ് ഇടുന്നത് കൊണ്ട് ആർക്കും ഒന്നും കിട്ടാനില്ല. വെറുതെ എന്തിനാണ് ബാക്കിയുള്ളവർ വിഷമിപ്പിക്കുന്നത്? കമൻറ്റ് സെക്ഷൻ ഓണാക്കി വെക്കുന്നത് കമൻസ് ഇടാൻ തന്നെയാണ്. പക്ഷെ മറ്റുള്ളവരുടെ മനസ്സിനെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള കമൻസ് ഇടാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക. അത് ഇട്ടത് കൊണ്ട് നിങ്ങൾക്കൊരു കാര്യമില്ല, ബാക്കിയുള്ളവർ വിഷമിക്കുന്നേ ഉള്ളൂ. ചിലപ്പോൾ ആ ഒരു വിഷമം നിങ്ങൾക്ക് നാളെ പിറ്റേന്ന് എന്തെങ്കിലും ഒരു കാര്യത്തിൽ അത് നിങ്ങൾക്ക് തന്നെ വിനയായിട്ട് വരും. ഒരാളുടെ മനസ്സ് നമ്മൾ കാരണം മുറിവേറ്റ് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വഴിയിലാണ് നമുക്ക് തിരിച്ചടിയായിട്ട് തന്നെ വരും. അത് 100%. പലരുടെയും ജീവിതം നമ്മൾ കണ്ടത് വെച്ചിട്ട് പറയുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയെക്കുറിച്ച് എനിക്ക് ഇത്രയാണ് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.